എല്ലാവർക്കും നമസ്കാരം. കഴിഞ്ഞ ക്ലാസ്സിൽ ഓണമുറ്റത്ത് എന്ന പാഠഭാഗത്തിൻ്റെ ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഞാനൊന്നും കൂടെ പറഞ്ഞിരുന്നു. ആ വീഡിയോ കണ്ടതിന് ശേഷം എല്ലാ കുട്ടികളും ആ ക്വസ്റ്റ്യനും അതിൻ്റെ ആൻസറും കൂടി എഴുതി അയക്കണമെന്ന് പറഞ്ഞു. ഭൂരിഭാഗം കുട്ടികളും ചെയ്തിട്ടില്ല. 5-6 കുട്ടികൾ മാത്രമേ ചെയ്തിട്ടുള്ളൂ. അതുകൊണ്ട് ബാക്കി കുട്ടികളും വീഡിയോ കാണുക, കണ്ടതിന് ശേഷം അയച്ചു തരിക. അതുപോലെ പഠിക്കുകയും വേണം. ഇനിയും നമ്മുടെ മുൻപിൽ 2-3 മാസം കൂടിയേ ഉള്ളൂ. ആ ദിവസങ്ങൾ പരമാവധി പ്രയോജനപ്പെടുത്തണം. അതുകൊണ്ട് റിവിഷൻ ചെയ്യുമ്പോൾ വൃത്തിയായിട്ട് വായിക്കുകയും പഠിക്കുകയും ചെയ്യണം. ടെസ്റ്റ് നന്നായിട്ട് വായിക്കുകയും ചെയ്യണം. ഇന്ന് അതിൻ്റെ ക്വസ്റ്റ്യൻ ആൻസറാണ് പരിചയപ്പെടുന്നത്. ക്വസ്റ്റ്യൻ വായിക്കുകയാണ്. ക്വസ്റ്റ്യൻ ആൻസർ എങ്ങനെ എഴുതണം എന്നാണ് പറയുന്നത്. മലയാള ദേശം ഓണത്തെ സ്വീകരിക്കുന്നത് എങ്ങനെയെന്ന് കാവ്യഭാഗത്തു നിന്നു കണ്ടെത്തി സ്വന്തം വാക്യത്തിൽ അവതരിപ്പിക്കുക. അപ്പോൾ ഇങ്ങനൊരു ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ, ഏത് ക്വസ്റ്റ്യൻ കിട്ടിയാലും നമ്മൾ ആദ്യം ഇൻട്രൊഡക്ഷൻ എഴുതണം. എങ്ങനെയാണ് എഴുതുന്നത് നിങ്ങൾക്കറിയാം അല്ലേ? ഏത് കവിതയിൽ നിന്നും അല്ലെങ്കിൽ ഏത് ഭാഗത്തു നിന്നും എടുത്തിട്ടുള്ളതാണ്, ആരുടേതാണ് ഈ കൃതി എന്ന് വേണം എഴുതാൻ. അപ്പം നമുക്ക് എഴുതാം. വൈലോപ്പിള്ളി ശ്രീധരമേനോൻ്റെ വീട എന്ന കവിതാ സമാഹാരത്തിൽ നിന്നും എടുത്തിട്ടുള്ള ഓണമുറ്റത്തെ എന്ന കവിതയിലെ ഭാഗമാണിത്. മലയാളികൾ ഓണത്തെ വരവേൽക്കുന്നത് പോലെ പ്രകൃതി എങ്ങനെയാണ് ഓണത്തെ വരവേൽക്കുന്നത് എന്ന് കവി ഇവിടെ പറയുന്നു. പ്രകൃതി വർണ്ണനയാണ്, ഓണക്കാലത്തെ പ്രകൃതി വർണ്ണനയാണ് കവി ഈ കവിതയിലൂടെ അവതരിപ്പിച്ചിരിക്കുന്നത് എന്ന് എഴുതി ആദ്യത്തെ പാരഗ്രാഫ് അതിലെഴുതണം. അടുത്ത പാരഗ്രാഫായിട്ട് എഴുതും. പിന്നെ ക്വസ്റ്റ്യൻ ആൻസർ കൊണ്ട് എഴുതണം. മലയാള നാട് ഓണത്തെ വരവേൽക്കുന്നത് എങ്ങനെയെന്ന് പ്രകൃതി വർണ്ണനയിലൂടെ കവി വ്യക്തമാക്കുന്നു. തുമ്പകൾ മഴ കൊണ്ടാലും മലർക്കൂട നിറച്ച് മേടുകൾ തോറും വിറച്ചു നിൽക്കുന്നു. പ്രകൃതിയിലെ ഓരോ ചെടികളും എങ്ങനെയാണ് നിൽക്കുന്നത് എന്നാണ് പറയുന്നത്. മുക്കുറ്റികൾ തിരികൾ തെറുത്ത് കൊളുത്താൻ നല്ല നേരം നോക്കി ദീപക്കുറ്റികളുമായി കാത്തിരിക്കുന്നു. നെയ്യാമ്പലുകളാകട്ടെ വെള്ളിത്താലത്തിൻ്റെ നടുക്ക് എരിയുന്ന പൊൻകിഴിയുമായി പാടങ്ങളുടെ നടുവിൽ ഉറങ്ങാതിരിക്കുന്നു. രാത്രി നിറന്ന നിലാവാകുന്ന കമുകൻ പൂവരി തൂകി ഭംഗിയിൽ എതിരേറ്റ് നിൽക്കുന്ന വഴിയെ ഓണത്തപ്പൻ എഴുന്നള്ളുന്നു. ഇങ്ങനെയാണ് കവി ആ രംഗം വർണ്ണിക്കുന്നത്. ചിങ്ങമാസമാകുമ്പോഴേക്കും പ്രകൃതിക്കും സസ്യജാലങ്ങൾക്കും ഉണ്ടാകുന്ന മാറ്റത്തെയാണ് കവി സൂചിപ്പിക്കുന്നത്. അതത്രയുമാണ് ആ ക്വസ്റ്റ്യൻ്റെ ആൻസർ. അടുത്തത്, പഴമയിലിഴയും പല്ലുകൊഴിഞ്ഞൊരു പാട്ടാണെന്നു പഴിക്കാമെന്നു പരിഷ്കാരത്തിൻ തിണ്ണയിലുള്ളവർ പഴമോടരിയും പപ്പടവും തന്നാവതു വേഗം അയക്കാൻ നോക്കാം. ഇവരറിയുന്നതിൽ എന്നഭിമാനം. കവി ഇവിടെ ആവിഷ്കരിക്കുന്ന വിചാരങ്ങൾ എന്തെല്ലാമാവാം? ചർച്ച ചെയ്ത് കുറിപ്പ് തയ്യാറാക്കുക. അപ്പോഴും നമ്മൾ ആ മുകളിൽ കൊടുത്തിരിക്കുന്ന ഇൻട്രൊഡക്ഷൻ എഴുതണം. എഴുതിയതിന് ശേഷം ഓണവുമായി ബന്ധപ്പെട്ട പുള്ളുവൻ പാട്ടിൻ്റെ പഴമയുടെ പ്രൗഢിയും പുതുമയുടെ അവജ്ഞയും കവി ഇവിടെ ആവിഷ്കരിക്കുന്നു. പഴമക്കാർക്ക് ഈ പുള്ളുവൻ പാട്ടൊക്കെ വളരെ ആസ്വാദ്യമായിരുന്നു. എന്നാൽ ഇന്നത്തെ പരിഷ്കാരികളായ ജനങ്ങൾക്ക് അതെല്ലാം അവജ്ഞയാണ്. പല്ലു കൊഴിച്ചൊരു പാട്ട് എന്നൊക്കെയാണ് അവരതിനെ കാണുന്നത്. പായും കൂടയും നെയ്തും പല കൈവേലകൾ ചെയ്തും കഴിഞ്ഞിരുന്നവരാണ് പുള്ളുവന്മാർ. പുഞ്ചക്കൊയ്ത്തിൻ്റെ കാലമാകുമ്പോൾ കറ്റ മെതിച്ചു കിതയ്ക്കുന്ന ഗ്രാമീണ പെൺകൊടിമാരുടെ കരളു തുള്ളാനും കാലുകൾ നർത്തനകേളിയാടാനും മനോഹരമായ നാടൻ പാട്ടുകൾ പാടി വീണപ്പെണ്ണുമായി അയാൾ അവരുടെ അരികിൽ ഇരിക്കും. ഒന്ന് മുറുക്കാനോ കുറിക്കാൻ ഇത്തിരി നെല്ലോ കിട്ടിയാലായി. അതിനു വേണ്ടിയിട്ട് അവിടെ പോയിരിക്കും. നമ്മളിത് ഭാഗം പഠിച്ചതാണ്. ക്വസ്റ്റ്യൻ ആൻസർ നിങ്ങൾ പഠിച്ചതാണ്. ഓണക്കാലത്ത് ഉണരുന്ന പുള്ളുവൻ പാടുന്നത് തിരുവോണപ്പാട്ടുകളാണ്. തിരുവോണത്തപ്പൻ പൂത്തറമേൽ ഓലക്കുടയും ചൂടിയിരിക്കുമ്പോൾ അയാൾ മലയാള തറവാട്ടുമുറ്റത്തെ വെള്ള മണലിലിരിക്കും. അയാളുടെ കയ്യിൽ, അയാൾ നിർദ്ദേശിക്കുന്നത് പുള്ളുവൻ, അയാളുടെ കയ്യിൽ പ്രിയ മകളാകുന്ന വീണപ്പെണ്ണു കിടപ്പുണ്ടാകും.
പരിഷ്കാരത്തിൻ്റെ തിണ്ണയിലുള്ളവർ പല്ലു കൊഴിഞ്ഞൊരു പാട്ടാണെന്ന് ഇതെന്ന് പരിഹസിച്ചേക്കാം. മാത്രമല്ല പഴമോ അരിയോ പപ്പടമോ തന്ന് വേഗം പറഞ്ഞയക്കാൻ നോക്കാം. പുള്ളുവൻ്റെ അഭിമാനമെന്തെന്ന് ഇവർ അറിയുന്നില്ല. അപ്പോൾ പുള്ളുവൻ ഇതൊന്നും വാങ്ങിക്കാൻ വേണ്ടിയിട്ട് വരുന്ന ആളാണോ? അല്ല. പക്ഷെ ഓണക്കാലമായി കഴിയുമ്പോൾ ഓണത്തപ്പനെക്കുറിച്ച് പാടി പുകഴ്ത്തി ഇങ്ങനെ നടക്കുക എന്നുള്ളതാണ് പുള്ളുവൻ്റെ ജോലി. അത് അയാൾ ആ കർത്തവ്യം ചെയ്യുകയാണ്. ഇന്നത്തെ കുട്ടികൾക്ക് അതൊന്നും പറഞ്ഞാൽ മനസ്സിലാകത്തില്ല. പണ്ട് ഓണക്കാലമാവുമ്പോൾ പുള്ളുവൻ വീണയുമായി പാട്ടുപാടുവാൻ എത്തുന്നത് കാത്ത് ആളുകൾ ഇരിക്കുമായിരുന്നു. ഇന്നും പുള്ളുവന് മാറ്റമൊന്നും ഉണ്ടായിട്ടില്ല. ഓണക്കാലമാവുമ്പോൾ അയാൾ വീണയുമായി വീടുകളിലെത്തും. പരിഷ്കാരികളായ പുതിയ തലമുറയ്ക്ക് അയാളുടെ പഴയ പാട്ടുകളൊന്നും ഇഷ്ടമല്ല. അവർ പരിഹസിച്ച് എന്തെങ്കിലും കൊടുത്ത് അയാളെ പറഞ്ഞയക്കും. മനസ്സിലായോ? അപ്പോൾ എന്തെങ്കിലും കൊടുത്ത് പെട്ടെന്ന് പറഞ്ഞു വിട. പരിഷ്കാരികളായ ആളുകൾക്ക് അദ്ദേഹത്തെ പിടിക്കുന്നില്ല. അതാണ് ആ ക്വസ്റ്റ്യൻ്റെ ആൻസർ. അടുത്തത്, ഒരുമയുടെയും സമഭാവനയുടെയും സന്ദേശമാണ് ഓണ ആഘോഷത്തിൻ്റെ അകക്കാമ്പ്. വർത്തമാനകാലത്ത് ഈ പ്രസ്താവന എത്രത്തോളം പ്രസക്തമാണെന്ന് ചർച്ച ചെയ്ത് ലേഖനം തയ്യാറാക്കുക. അപ്പോൾ നമുക്കറിയാം, പണ്ട് കാലത്ത് ഓണമെന്നൊക്കെ പറഞ്ഞാൽ ഇന്നത്തെ പോലെ കാണോ? അല്ല, എല്ലാവരും കൂടെ ഒത്തൊരുമയായിരുന്നു. ഒരുമയുടെ ഉത്സവമാണ് ഓണം, അല്ലേ? എന്നാൽ ഇന്ന് അതെല്ലാം അങ്ങ് പോയി. ആൾക്കാർക്ക് സമയമില്ല. അവർ ജോലി തിരക്കിനിടയിൽ അവർക്ക് ഒന്നിച്ചു കൂടാനും ആഘോഷിക്കാനും ഒന്നും സമയമില്ലാത്തൊരു കാലത്തിലേക്ക് മാറിയിരിക്കുന്നു. ഈ ആൻസർ എഴുതുമ്പോഴും നമ്മൾ ആ ഇൻട്രൊഡക്ഷൻ കൊടുത്തിട്ട് വേണം എഴുതാൻ. മാവേലി നാടുവാണിയിടും കാലം മാനുഷ്യരെല്ലാവരും ഒന്നുപോലെ എന്ന് തുടങ്ങുന്ന ഓണപ്പാട്ടും ഒരുമയുടെയും സമഭാവനയുടെയും സന്ദേശമാണ് നൽകുന്നത്. ആണ്ടുതോറും ചിങ്ങമാസത്തിലെ തിരുവോണ നാളിനായി മലയാളികൾ കാത്തിരിക്കുന്നു. മലയാളികൾ എവിടെയാണെങ്കിലും അന്ന് ഒത്തുചേരാനും ആഘോഷിക്കുവാനും മറക്കാറില്ല. വീടുകളിൽ ഓണത്തിന് ആഘോഷത്തിമർപ്പാണ്. ഓണക്കോടി ഉടുത്ത് ഓണസദ്യയുണ്ട് ഓണക്കളിയിൽ മുഴുകി ആളുകൾ കഴിയുന്നത് ഓണത്തിന് മാത്രമുള്ളൊരു പ്രത്യേകതയാണ്. ഞാൻ നേരത്തെ പറഞ്ഞു, പണ്ട് കാലത്ത് ഓണമാകുമ്പോൾ മാത്രമേ ഒരു ഡ്രസ്സ് എടുക്കാറുള്ളൂ. അപ്പോൾ ഓണം വരുന്നത്, അല്ലെങ്കിൽ ചിങ്ങമാസം പിറക്കുന്നത് എല്ലാവരും വളരെ ആഹ്ലാദത്തോടെയാണ് കാണുന്നത്. എല്ലാവരും ഒരുമിക്കുന്നതിനും തുല്യതയോടെ കഴിയുന്നതിനുമുള്ള ഒരു അവസരമായി പഴമക്കാർ ഓണത്തെ കണ്ടിരുന്നു. ഇന്നത്തെ സ്ഥിതി അതല്ല. കുടുംബങ്ങളെല്ലാം അണുകുടുംബങ്ങളായി. ഔദ്യോഗിക കൃത്യങ്ങൾക്കായി അന്യസ്ഥലത്തുള്ള വാസവും ഫ്ലാറ്റുകളിലെ ജീവിതവും ഈ ഒരുമയും സമഭാവനയും ഇല്ലാതാക്കിയിരിക്കുന്നു. പഴയ പൂക്കളത്തിൻ്റെ സ്ഥാനം പ്ലാസ്റ്റിക് പൂക്കൾ അപഹരിച്ചിരിക്കുന്നു. സദ്യവട്ടങ്ങൾ ഒരുക്കാൻ മെനക്കെടാതെ ഹോട്ടലുകളെ അഭയം പ്രാപിക്കുന്നു. ഓണക്കളിക്ക് പോകാതെ ടെലിവിഷൻ്റെയും കമ്പ്യൂട്ടറിൻ്റെയും മുമ്പിൽ ആളുകൾ ചടഞ്ഞുകൂടിയിരിക്കുന്നു. ഇങ്ങനെ ഓണത്തെക്കുറിച്ചുള്ള പഴയ സന്ദേശം വർത്തമാനകാലത്ത് അപ്രസക്തമായിരിക്കുന്നു. അവരറിഞ്ഞുകൊണ്ട് ചെയ്യുന്നതല്ല, പക്ഷേ അവരുടെ ജീവിത സാഹചര്യം അങ്ങനെ ആയതുകൊണ്ട് ഇന്ന് ഓണത്തിന് ഒത്തുകൂടുന്നതും ഓണസദ്യ ഉണ്ടാക്കുന്നതും അത്തപ്പൂക്കളും ഒക്കെ ഇടുന്നതുമൊക്കെ വളരെ വിരളമായിട്ട് മാത്രമേ ഉള്ളൂ എന്നാണ് കവി പറയുന്നത്. അപ്പോൾ വർത്തമാനകാലത്ത് ഇതിനൊന്നും വലിയ പ്രസക്തിയില്ല എന്നാണ് കവിയുടെ അഭിപ്രായം. ഇത്രയുമാണ് നമുക്ക് ആ പാഠവുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ ആൻസർ പഠിക്കാനുള്ളത്. എല്ലാ കുട്ടികളും ഇത്രയും ക്വസ്റ്റ്യൻ ആൻസറും പഠിക്കണം. കഴിഞ്ഞ ദിവസം തന്നിരുന്ന അദ്ദേഹത്തിൻ്റെ കൃതികൾ ഒന്നുപോലും മറക്കാതെ പഠിക്കണം. എന്നാൽ മാത്രമേ നമുക്ക് ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസിനകത്തിൽ അത് ചോദിക്കും. അപ്പോൾ നമുക്ക് എഴുതണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇപ്പോൾ 4 മാർക്ക് ഒരു ഒബ്ജക്റ്റീവ് ടൈപ്പ് 4 അതിൻ്റെ സബ് ഡിവിഷനുണ്ട്. അപ്പോൾ ഒരു ക്വസ്റ്റ്യന് 2 മാർക്കാണെങ്കിൽ 4 2 8 മാർക്ക് അങ്ങ് പോവും. മനസ്സിലായോ? ഒരെണ്ണം തെറ്റിപ്പോയാൽ 2 മാർക്ക് അങ്ങ് പോവും. അപ്പോൾ അത് വരാതിരിക്കണമെന്ന് ഉണ്ടെങ്കിൽ പുസ്തകം വൃത്തിയായിട്ട് വായിക്കണം. വായിച്ചെങ്കിൽ മാത്രമേ നമുക്ക് ഇത് എഴുതാൻ സാധിക്കത്തുള്ളൂ. അതുകൊണ്ട് ഈ വീഡിയോ കണ്ടിട്ട് അല്ലെങ്കിൽ കേട്ടിട്ട് ആദ്യത്തെ 2 ക്വസ്റ്റ്യൻ്റെ ആൻസർ നിങ്ങൾ എഴുതി
അയച്ചു തരണം. 2 ക്വസ്റ്റ്യൻ്റെ ആൻസർ, ആദ്യത്തെ 2 ക്വസ്റ്റ്യൻ്റെ ആൻസർ നിങ്ങൾ എഴുതി അയച്ചു തരണം. കഴിഞ്ഞതും എഴുതാനുള്ള കുട്ടികൾ അതും എഴുതി അയക്കണം. ഓക്കെ, താങ്ക് യു.